ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ അതിന്റെ ഏകദേശം അവസാന സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്ന സെക്ഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 20 ബാക്കി എന്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ വരെയായിരുന്നു നോക്കിയത്. ഇന്ന് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Prove that the lengths of perpendiculars from any point on the bisectors of an angle to the sides are equal. ഒരു ആംഗിളിന്റെ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റിൽ നിന്നും അതിന്റെ സൈഡ്സിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ചാൽ ആ പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്സ് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. ജസ്റ്റ് ഏതൊരു ആംഗിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ വൈഡായിട്ട് വരിക. ഇതൊരു ആംഗിൾ ആണ്. ഓക്കെ, ഈ ആംഗിളിന്റെ ബൈസെക്ടർ ഞാൻ വരച്ചിരിക്കുന്നു. ഇത് അതിന്റെ ബൈസെക്ടർ ആണ്. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? അപ്പം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ വെച്ചിരിക്കുന്നു. ഈ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ രണ്ട് സൈഡ്സിലേക്കും വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ തെളിയിക്കേണ്ടത് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഇപ്പം ഇതിപ്പോ ഇവിടുത്തെ ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പി എന്ന് എടുക്കുന്നു. പിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ഫസ്റ്റ് പെർപെൻഡിക്കുലർ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഞാൻ ഇതിനെ ക്യൂ എന്നും ഇതിനെ ആർ എന്നും. ഓക്കെ, ഇപ്പം ആംഗിൾ BAC ആണ്. BAC എന്ന് പറയുന്ന ആംഗിൾ അതിന്റെ ബൈസെക്ടർ ആണ് AD. AD എന്ന് പറയുന്ന ബൈസെക്ടർ ആണ്. ആ ADയിലെ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്തു P. Pയിൽ നിന്ന് ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ PQ, AC-യിലേക്കുള്ള പെർപെൻഡിക്കുലർ PR. എനിക്ക് തെളിയിക്കേണ്ടത് PQ ഉം PR ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഞാൻ ആ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാങ്കിൾ APQ, ട്രയാങ്കിൾ APR. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. APQ ഉം APR രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എനിക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ ആംഗിൾ PAQ ഈക്വൽ ടു ആംഗിൾ PAR. ആംഗിൾ PAQ എന്ന് പറയുന്ന ഈ ആംഗിളും PARഉം എന്താണ്? ഈക്വൽ ആണ്. കാര്യം എന്താ? റീസൺ എന്ന് പറയുന്നത് AD is the bisector of ആംഗിൾ A. ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ് ഏതാ? AD. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഇനി നോക്കിയേ, ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ R which is equal to 90 ഡിഗ്രി എന്ന് എഴുതിയാൽ പോരെ. കാര്യം PQ ഉം PR ഉം പെർപെൻഡിക്കുലർ. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് അടുത്ത രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ആംഗിൾ വെച്ചാൽ ഈ രണ്ട് ആംഗിളും അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേതാ? അതുകൊണ്ട് ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ APR. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾസ്. കാര്യം ടോട്ടൽ സമം 180 ആണ്. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ രണ്ട് ആംഗിൾസ് എന്തായേ പറ്റത്തുള്ളൂ? ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അങ്ങനെ മൂന്നാമത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കൂടാതെ AP രണ്ട് ട്രയാങ്കിളിനെ കോമൺ സൈഡ് അല്ലേ? AP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രയാങ്കിളും ഉണ്ട്, സെക്കൻഡ് ട്രയാങ്കിളും ഉണ്ട്. അപ്പൊ AP ഈക്വൽ ടു AP എന്താണ്? കോമൺ സൈഡ്. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 90 വിട്ടേക്ക്. ഇതാണ്ട് ഇത് AP എന്ന് പറയുന്ന ഒരു സൈഡ്, അതിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസ്, അടുത്തതിനകത്തെ ഒരു സൈഡ് രണ്ട് എൻഡിലുള്ള രണ്ട് ആംഗിൾസിന് ഈക്വൽ ആണ്. പക്ഷെ രണ്ട് ആംഗിളും അതിന്റെ ഇൻക്ലൂഡഡ് സൈഡും അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഈ രണ്ട് ട്രയാങ്കിൾസും അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അതായത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore ട്രയാങ്കിൾ APQ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ APR. APQ ഉം ട്രയാങ്കിൾ APR ഉം അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, കോൺഗ്രുവന്റ് ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഈക്വൽ ആവുമ്പോൾ അതിനകത്ത് എല്ലാ സൈഡ്സും ഈക്വൽ ആവണ്ടേ?
ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആവണ്ടേ? അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടു. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഫസ്റ്റ് ട്രയാംഗിൾ ഉള്ള സൈഡ് ഏതാ? പി ക്യൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പി ക്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാ? പി ആർ. ഇതെല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏതാ? പി ക്യൂ ഈക്വൽ ടു പി ആർ. പി ക്യൂം പി ആർ എന്ന് പറയുന്ന ആ പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് അല്ലേ? ഈ പി എന്ന് പറയുന്ന പോയിന്റിന് എങ്ങോട്ട് വരച്ചാലും ഈ കൺസെപ്റ്റിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. ഇതേ സ്റ്റെപ്പുകൾ തന്നെ ചെയ്ത അവസാനം നമുക്ക് എന്ത് ചെയ്യാം? ട്രയാംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് അവയുടെ തേർഡ് സൈഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആണെന്ന് തെളിയിക്കാം. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈസെക്ടറിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്താൽ മതി. എന്ത് ചെയ്യുന്നുണ്ട്? therefore the perpendiculars from the drawn from the bisectors are equal എന്നെഴുതി നമുക്ക് അവസാനിപ്പിക്കാം. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് കുറച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് വായിക്കണം. ഒപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കുറെ ചോദ്യങ്ങൾ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാല്. ഇപ്പോ ആ ക്വസ്റ്റ്യനില് പറയുന്ന ഇതാണ്: In the picture below, the sides AC of triangle ABC extended to D by adding the length of side CB, then the line through C parallel to DB drawn to meet AB at E. Okay, നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ച് നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ആദ്യം ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ. അതിന്റെ പേരെന്തായിരുന്നു? എ ബി സി. ഇതാണ് ട്രയാങ്കിൾ പറഞ്ഞേക്കുന്നത്. പിന്നെ അവര് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്? എ ബി സിക്കകത്ത് എ സി എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഡി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ബൈ ആഡിങ് ദ ലെങ്ത് ഓഫ് സി ബി. എന്ന് വെച്ചാൽ സി ബിയുടെ ലെങ്ത് എത്രയാണോ അതേ ലെങ്തില് എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ സി ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണോ ആ സെയിം ലെങ്തില് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ സി ബിയുടെ സെയിം ലെങ്ത് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ആ രീതിയിൽ തന്നെ വരയ്ക്കാം. സി ബിയുടെ സെയിം ലെങ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് ഡി എന്ന് വിളിച്ചു. ബിയും ഇതൂടെ എന്ത് ചെയ്തൂടെ കണക്ട് ചെയ്തു. ഇതാണ് ഡി. എന്നുവെച്ചാൽ ഇപ്പൊ ബി സിയുടെ ലെങ്ത് സി ബിയുടെ ലെങ്തും സി ഡിയുടെ ലെങ്തും ഈക്വൽ ആണ്. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ നടത്തിയത്. അപ്പൊ നോക്കണേ, ആദ്യം നമുക്കൊരു ഇനിഷ്യൽ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ആ ട്രയാങ്കിളിലെ ആ സി ബി എന്ന് പറയുന്ന ആ ലെങ്ത് അത്ര തന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പൊ സി ബിയുടെ ലെങ്തും സി ഡിയുടെ ലെങ്തും ഇപ്പൊ എന്താണ്? ഈക്വൽ ആണ്. അടുത്ത ശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ദ ലൈൻ ത്രൂ സി പാരൽ ടു ഡി ബി. ഡി ബിക്ക് പാരൽ ആയിട്ട് സി ബി. ഇപ്പൊ നമുക്ക് കൺസ്ട്രക്ഷൻ അല്ല, നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് വെറുതെ അങ്ങ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരൽ വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാം. ഡി ബിക്ക് പാരൽ ആയിട്ട് ഒരു ലൈൻ ഇതിലൂടെയാ സിയിലൂടെ വരച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പം വരച്ചിരിക്കുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? സിഇ എന്തിന് പാരലാണ്? ഡി ബിക്ക് പാരൽ. അപ്പൊ കൺസ്ട്രക്ഷനകത്ത് അവർ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു? സി ബി ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബി ഡി പാരലൽ ടു സിഇ അല്ലെങ്കിൽ സിഇ പാരലൽ ടു ബി ഡി. ഈ ഇത്രയും കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കോളാം. അവർ ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ ട്രയാങ്കിൾ എ ബി സിയിൽ നിന്നും ഇത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ എ ബി സി ആയിരുന്നു തുടക്കമുള്ള ട്രയാങ്കിൾ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സി ഡി എക്സ്റ്റെൻഡ് ചെയ്തത് എങ്ങോട്ടാ? ബി സിയുടെ അതേ നീളം എടുത്തിട്ട് സി ഡി എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് സിയിലൂടെ ബി ഡിക്ക് പാരൽ വരച്ചു. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇത്രയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് സിഇ ബൈസെക്ട് ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിനെ സിഇ എന്ന് പറയുന്ന ലൈൻ ബൈസെക്ട് ചെയ്യുന്നു. വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആംഗിൾ സി വെച്ചാൽ ഈ ആംഗിളും ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ 7th-ലും 8th-ലും ഒക്കെ പഠിച്ച കണ്ടീഷൻസ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഓൾജിബ്ര വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കാര്യമേ ഉള്ളൂ. അതൊക്കെ ഞാൻ ആദ്യം പ്രൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഓൾജിബ്ര വെച്ച് പറഞ്ഞു പോവാം. ഞാൻ ആദ്യം ഇവിടെ കൺസിഡർ ട്രയാങ്കിൾ ബി സി ഡി. ട്രയാങ്കിൾ ബി സി ഡി ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അതിൽ ബി സി ബിയും സി ഡിയും ഈക്വൽ അല്ലേ? സി ബി ഈക്വൽ ടു സി ഡി.
CBCD ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ആ ട്രയാങ്കിളെ വിളിക്കുന്ന പേരെന്തുവാ? ഐസോസിലസ് ട്രയാങ്കിൾ. Therefore triangle BCD is an isosceles triangle. BCD എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിളാ. ഐസോസിലസ് ട്രയാങ്കിൾ ആണോ അതിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എഴുതാം therefore angle CBD equal to angle CDB. അപ്പൊ CBD എന്ന് പറയുന്ന ആംഗിളും CDB എന്ന് പറയുന്ന ആംഗിളും അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കിട്ടുന്നുണ്ടല്ലോ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടും. ശേഷം അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട എന്തുവാ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി നോക്കിയേ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് BDയും CEയും പാരലൽ അല്ലേ? അങ്ങനെയുള്ള രണ്ട് പാരലൽ ലൈൻസ് ഞാൻ ജസ്റ്റ് ആ പാരലൽ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ E, അതുപോലെ C, ഇവിടെ B, ഇവിടെ D. ഇതിനകത്ത് ഈ സെക്ഷൻ മാത്രം എടുത്തു, പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻ. അവിടെ ഉണ്ടാക്കിയ ഒരു ആംഗിൾ CBD. ഈ ആംഗിൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിച്ച കണ്ടീഷനാണ് രണ്ട് പാരലൈൻസ് ഇടയ്ക്കാണ്ട് ഇവിടെയും വരുന്ന ആംഗിൾസ് അതിന്റെ പൊസിഷൻ വൈസ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്തുവായിരുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. എന്ത് വിളിക്കുമായിരുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് വിളിക്കുമായിരുന്നു. അപ്പോ ഈ പാരലൈൻസ് ഇടയ്ക്കുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് എങ്ങനെയാ? ഈക്വൽ ആണ്. അപ്പൊ ഏതൊക്കെ ആംഗിൾ? ആംഗിൾ CBD. ഇപ്പം നമ്മുടെ ഉള്ളത് എന്തോ? വി ഹാവ് BD പാരലൽ ടു CE. BD CEക്ക് പാരലൽ ആണ്. അപ്പോ അവിടെ ഏതാ എഴുതാം? അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ BCD ഈക്വൽ ടു ഇതേതാ? ആംഗിൾ BCE. BCDയും BCEയും ഈക്വൽ. അപ്പൊ ആദ്യം കിട്ടിയ ഇക്വേഷൻ ഞാൻ 1 എന്ന് വിളിച്ചു, ഇപ്പൊ കിട്ടിയതിനെ 2 എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ? ഇപ്പോഴും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമായില്ല. ഇനി വീണ്ടും അതേ പാരലൽ എടുക്കുന്നു. ഞാൻ ഈ ലൈന് പകരം വേറൊരു ലൈൻ ഇങ്ങോട്ട് വെച്ചിട്ടില്ലയോ? ഡിയിൽ നിന്ന് എയിലേക്ക് പോകുന്ന ലൈൻ. ഓക്കെ, അപ്പൊ അതേ പാരലൽ അതാണ്ട് ഇവിടെയും വരുന്ന ആംഗിൾ അതും ഈക്വൽ അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതാണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തൊരു ആംഗിൾസാ? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇവിടെ വേണമെങ്കിൽ റീസൺ എഴുതിക്കോണേ. ഇതേതായിരുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരുന്നു. 2 എന്ന് വിളിച്ചു. ഞാൻ അടുത്ത നമ്മൾ പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? ഇതും ആംഗിൾ D എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ BDC എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. നമ്മളിവിടെ BDC എന്നല്ലേ എഴുതിക്കുന്നത്, സോറി CBD എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ CDB ഈക്വൽ ടു ഇവിടെ എന്തെഴുതാം? ആംഗിൾ ACE. ആംഗിൾ CDB ഈക്വൽ ടു ആംഗിൾ ACE എന്ന് എഴുതാം. കാര്യം എന്താ? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഓക്കെ ആണല്ലോ? ഇതിനെ 3 എന്നും വിളിച്ചു. ഇനി നിങ്ങൾ നോക്കി ആ 1ഉം 2ഉം 3യും കൂടെ ചേർത്ത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ആൻസർ ആയി. 1 എന്ന് പറഞ്ഞ CBD CDBക്ക് ഈക്വൽ ആണ്. അതിൽ CBD എന്തിന് ഈക്വലാ? CBD നമ്മള് CBD എന്നായിരുന്നു ആംഗിള്. CBD CDB. ഇവിടെ നമ്മൾ എന്താ എഴുതിയേക്കുന്നത്? BCD എന്ന് എഴുതിയേക്കുന്നത് അല്ലയോ? ഓക്കെ, BCD അല്ലായിരുന്നു ആംഗിൾ. ഇവിടെ ഏതായിരുന്നു വരുന്നത്? CBD എന്നായിരുന്നു. അത് പറഞ്ഞൊരു മിസ്റ്റേക്ക് ആണ്. ഏതായിരുന്നു? CBD. ഒന്നുകൂടെ നോക്കണേ. നമ്മളെ ഈ കേസിൽ പാരലിനകത്താണ് ഇവിടുത്തെ ആംഗിൾസ് പറഞ്ഞപ്പോ എഴുതിയതൊരു മിസ്റ്റേക്ക് വന്നു. ഏതായിരുന്നു ആംഗിൾ? CBDയും അതുപോലെ BCEയും. BCE കറക്റ്റ് ആണ്. അടുത്തതിനകത്ത് പറഞ്ഞ കറക്റ്റ് ആണോ? CDBയും അതേപോലെ ACE. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നോക്കിയേ, CBDയും CDBയും ഈക്വൽ ആണ്. CDBയും എന്ത് ചെയ്യുന്നുണ്ട്? CBD CDB ഈ രണ്ട് ആംഗിൾ ഈക്വൽ ഇല്ലയോ? അതിൽ CBD എന്തിന് ഈക്വലാ? BCEക്ക് ഈക്വലാ. CDB എന്തിന് ഈക്വലാ? ACEക്ക് ഈക്വലാ. അപ്പോ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസിനുള്ള ഈക്വൽസും എന്തായേ പറ്റത്തുള്ളൂ? പരസ്പരം ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പം CBDയും CDB ഈക്വൽ ആണ്. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസും പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറയാൻ നമുക്ക് എന്തെഴുതാം? ഫ്രം 1, 2 and 3 we get എന്തെഴുതാം? ആംഗിൾ BCE ഈക്വൽ ടു ആംഗിൾ ACE എന്ന് എഴുതാം. BCE എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് BCE. ഈ ആംഗിളും ACE എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ?
CE എന്ന് പറയുന്ന ആംഗിൾ എന്തിനെ ബൈസെക്ട് ചെയ്യുന്നു? ആംഗിൾ CA ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് CE ബൈസെക്ട്സ് ആംഗിൾ C. സിമ്പിൾ ആയിട്ട് കഴിയും. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഇല്ല ഓൾജിബ്ര വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? ഇതേ കൺസെപ്റ്റ്, ഈ രണ്ട് ട്രയാങ്കിൾ BCയും CDയും ഈക്വൽ ആണെന്ന് എടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഗിവൺ കണ്ടീഷൻ ആണ്, ട്രയാങ്കിൾ ഐസോസിലസ് ആണ്. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഈ ഈക്വൽ എന്നുള്ളതിനെ ഞാൻ ഇവിടെ എക്സ് എന്ന് എടുത്തു. അപ്പൊ ഇതും എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, കാര്യം ഈക്വൽ ആംഗിൾ അല്ലയോ. ഇനി അടുത്ത കണ്ടീഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ഇതും ഈക്വൽ ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്താണ്? എക്സ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെച്ചിട്ടാണ്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെച്ച് എക്സ് ആണ്. നോക്കിയേ, ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈ സെയിം കണ്ടീഷൻ തന്നെയാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് വെച്ച് രണ്ടും എന്താണ്? എക്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്ന രണ്ട് ആംഗിൾസ് ഇപ്പൊ നോക്കിയേ, എന്താ? ഇതും എക്സ് കിട്ടി, ഇത് എക്സും കിട്ടി. അർത്ഥം എന്താ? രണ്ടാംഗിളും ഈക്വൽ ആണ്. അപ്പൊ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ആ കണ്ടീഷൻ വെച്ചിട്ട് ഇത് രണ്ടും എന്ത് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ വരച്ചിരിക്കുന്ന CE എന്തായിരിക്കണം? ബൈസെക്ടർ ആയിരിക്കണം. എന്തിന്റെ? ആംഗിൾ സിയുടെ ബൈസെക്ടർ ആയിരിക്കണം. ഏത്? CE. അങ്ങനെ ഫസ്റ്റ് പാർട്ട് പ്രൂഫ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയും നമ്മൾ ചെയ്യണം. പിടികിട്ടിയോ? ഓക്കെ, ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നേ? 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനെ 4:5 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കി, ABCയില് CE ബൈസെക്ടർ എന്നല്ലേ പറഞ്ഞേക്കുന്നേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു തിയറം ഉണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിന് വരയ്ക്കുന്ന ബൈസെക്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത് മറ്റ് രണ്ട് സൈഡ്സിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഇവിടുത്തെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ AE ഡിവൈഡ് ചെയ്യുന്ന AE ഈസ് ടു BE എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EB എന്ന് പറയുന്നത്, ഈ കേസിൽ CE ബൈസെക്ടർ ആയതുകൊണ്ട് AE ഈസ് ടു EB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? AC ഈസ് ടു BCക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റിനകത്ത് 8 സെന്റിമീറ്ററിനെ 4:5 എന്നുള്ള റേഷ്യോയിലെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഞാൻ ഇതിനകത്ത് ഇവിടെ തൊട്ട് ഇവിടെ മേലുള്ള ലെങ്ത് എന്ത് ചെയ്യുന്നു? 8 എടുക്കുന്നു. 8 സെന്റിമീറ്റർ എടുക്കും. 4:5 അതാണ്ട് ഇവിടെ 4ഉം ഇവിടെ 5ഉം എടുത്താൽ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ AC ഈസ് ടു BCക്ക് അല്ലയോ? ACയുടെ വാല്യൂ ഞാൻ 4ഉം BCയുടെ വാല്യൂ 5ഉം എടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ AE ഈസ് ടു B എന്ന് പറയുന്ന 4:5 ഡിവൈഡ് ചെയ്തില്ലയോ? ആ AE നമ്മൾ മൊത്തത്തിലുള്ള AB നമ്മൾ എടുത്തേക്കുന്നത് എങ്ങനെയാ? 8 സെന്റിമീറ്റർ അല്ലയോ? ഇതൊരു കൺസ്ട്രക്ഷൻ ആണ്. അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ബൈസെക്ടർ ആണെന്ന് തെളിയിച്ച ആ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാര്യം CE ബൈസെക്ടർ ആണെന്ന് കിട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത് ബാക്കി രണ്ട് സൈഡ്സിന്റെ റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് 8നെയാണ്, റേഷ്യോ 4:5 ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ബേസ് ആയിട്ട് വരയ്ക്കും. 8 കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആയതുകൊണ്ട് ഇവിടെ 4 ഇവിടെ 5 എടുത്തു. അപ്പൊ പിന്നെ ബാക്കി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കൺസെപ്റ്റ് എന്തൊക്കെയാണോ അത് അതുപോലെ. ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു ABC വരച്ചിട്ട് BCയുടെ നീളം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? BCയുടെ നീളം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ബൈസെക്ടർ കിട്ടും. ഓക്കെ, അത് അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പം ഈ ട്രയാങ്കിൾസും കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ? വേണമെങ്കിൽ റഫായിട്ടൊന്ന് കാണിച്ചിട്ടേക്കാം. എന്തുവായിരുന്നു? ഒരു ട്രയാങ്കിൾ ആദ്യം നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് ABC ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. D എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഏതാ? ഇത് രണ്ടും ഈക്വൽ ആവുന്ന രീതിയിൽ. എന്നിട്ട് ഇതിന് പാരലായിട്ട് CE വരയ്ക്കുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മുടെ ഫിഗറിനകത്ത് നമ്മൾ ഇതിന്റെ ലെങ്ത് എത്ര എടുക്കണം? 8 എടുക്കണം. അവർ 8 പറഞ്ഞുകൊണ്ട് 8 എടുത്തു. ഇത് 4ഉം ഇത് 5ഉം ആക്കി വരച്ചാൽ മതി. നമുക്ക് എന്തോ ആൻസർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന മെഷർമെന്റിൽ ആദ്യം ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഈ രീതിയിൽ വരയ്ക്കും. അപ്പൊ ഏതൊക്കെയാ? 8 എടുത്ത് 8, 4, 5 വെച്ച് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പോകണം. അപ്പൊ നോക്കിക്കോളൂ. ഞാൻ 8 സെന്റിമീറ്റർ എടുത്തിട്ട് ഞാൻ അതേ പേര് തന്നെ കൊടുക്കുന്നു, AB. ഓക്കെ ആണല്ലോ? AB ആയപ്പോൾ എത്ര സെന്റിമീറ്റർ ആയി? 8 സെന്റിമീറ്റർ. ഇതിനെയാണ് 4:5 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം AB ആയി. ഇനി അടുത്ത് നമ്മൾ കോമ്പസിൽ എത്ര എടുക്കുക? 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് വരച്ച് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ 4 ആവുമ്പോൾ
ആർക്ക് വരച്ചു, 5 എടുക്കുന്നു. ഓക്കെ, 5 എടുത്തു കഴിഞ്ഞപ്പോ ഞാനിവിടെ മീറ്റ് ചെയ്ത ആ പോയിന്റ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകും. ആ പോയിന്റ് ആണ് എന്ന് പറയുന്നത് സി. അപ്പോ നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാ, ഇതായിരുന്നു നമ്മൾ 4 എടുത്തത്. ബിയിൽ നിന്ന് ഇങ്ങോട്ട് 5. ഓക്കെ, അടുത്ത പ്രോസസ് എന്തുവായിരുന്നു നമ്മൾ ഇവിടെ ചെയ്തു. ഇത് നമ്മുടെ ട്രയാങ്കിൾ ABC ആദ്യം വരച്ചു. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞത് AD എക്സ്റ്റെൻഡ് ചെയ്യുന്നു. AD-യിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാ, BC-യുടെ അളവിനുള്ള ഇത് 4 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്റർ. അപ്പൊ 5 സെന്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ആ സൈഡ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു, എന്നിട്ട് പിന്നെ 5 സെന്റിമീറ്റർ അളന്ന് എടുക്കാം. ഇങ്ങോട്ട് അങ്ങ് വരച്ചു. 5 സെന്റിമീറ്റർ വേണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് അളന്നെടുക്കുക, അല്ലെങ്കിൽ കോമ്പസിൽ എടുത്ത് ആർക്ക് വരയ്ക്കുകയോ ചെയ്യാം. ഇപ്പൊ തൽക്കാലം അളന്നങ്ങ് എടുക്കുകയാണ്. എന്ത് ചെയ്തു, 5 സെന്റിമീറ്റർ എടുത്തു വരച്ചു. ഡി എന്ന് പറയുന്ന പോയിന്റ് വരച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതും എത്ര തന്നെയാണ്, 5 സെന്റിമീറ്റർ. CD-യുടെ ലെങ്തും 5 സെന്റിമീറ്റർ. കാര്യം BC അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി BD-ക്ക് പാരലായിട്ട് സിയിലൂടെ ലൈൻ വരയ്ക്കാൻ ഇല്ലയോ, അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ പാരൽ വരയ്ക്കേണ്ടതെന്നുള്ളത്. നമ്മുടെ സെറ്റ് സ്ക്വയറും സ്കെയിലും എടുത്ത് വെച്ചിട്ട് ആദ്യം സെറ്റ് സ്ക്വയർ ഇതിനോട് ചേർത്ത് വെക്കുന്നു, സൈഡിനോട് ചേർത്ത്, പാരൽ വരയ്ക്കേണ്ട സൈഡിനോട് ചേർത്ത് വെക്കുന്നു, സ്കെയിൽ അതിനോട് ചേർത്ത് വെക്കുന്നു. ഇതൊക്കെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് എവിടെയാ, സിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. മിസ്റ്റേക്ക് വന്നു, ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, ഇതൊക്കെ മൂവ് ചെയ്യിപ്പിച്ച് സിയിൽ കൊണ്ടുവരുന്നു, പ്രസ് ചെയ്ത് പിടിക്കുന്നു. അടുത്ത എന്തുവാ, പാരൽ വരയ്ക്കും. പിടിയിടുന്നുണ്ടോ? ഇപ്പൊ വരച്ചിരിക്കുന്നത് എന്തുവാ, CE. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് എഴുതാം AE ഈസ് ടു. ഇവിടെ AB-യുടെ നീളം എത്രയായിരുന്നു, AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. അതേപോലെ AC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. BC എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. സിൻസ് CE is the bisector of angle C. ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് C. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, AE is to EB അല്ലെങ്കിൽ BE എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ബാക്കി രണ്ട് സൈഡ്സിന്റെ. AC is to BC-ക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 4 is to 5-ന് ഈക്വൽ ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ അവര് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതേ 8 സെന്റിമീറ്ററിനെ 4:5-ന് പകരം 3:4 റേഷ്യോയില്, അത് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. 3:4 റേഷ്യോയില് നിങ്ങൾക്ക് ചെയ്യാമോ? ഇതേപോലെ ചെയ്താൽ മതി. പക്ഷെ ആ ക്വസ്റ്റ്യൻ അതൊരു പ്രശ്നമുണ്ട്. നിങ്ങള് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം വരച്ചു. ഇപ്പൊ നമ്മള് 4:5 ആയതുകൊണ്ട് 8ഉം 4ഉം 5ഉം വെച്ച് ട്രയാങ്കിൾ വരച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുന്നത് 8ഉം 3ഉം 4ഉം വെച്ചിട്ടായിരിക്കും ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഇവിടെ 8, ഇവിടെ 3, ഇവിടെ 4 ആയിരിക്കും ട്രയാങ്കിൾ വരയ്ക്കുന്നത്. പക്ഷെ പ്രശ്നമുണ്ട്, 8ഉം 3ഉം 4ഉം വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ സ്മോളർ ലെങ്തുകളുടെ സമ്മ് ലാർജറിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. ഇവിടെ 3ഉം 4ഉം അടിയുമ്പോൾ 7 വരത്തുള്ളൂ. അത് 8നേക്കാൾ ചെറുതാ. 8നേക്കാൾ കൂടി നിന്നാൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റൂ. വെച്ചാൽ ഇവിടെ ആർക്ക് എടുത്ത് വരയ്ക്കുമ്പോൾ ഒരാർക്ക് ഇങ്ങോട്ടും ഒരാൾക്ക് ഇങ്ങോട്ടും മീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഈ അളവിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് 3:4 എന്നുള്ള റേഷ്യോയിൽ എടുക്കാം. അതിന് എന്ത് ചെയ്യണം, 3:4 റേഷ്യോയ്ക്ക് ഈക്വൽ ആയിട്ട് മറ്റൊരു റേഷ്യോ എടുക്കുക. 3:4 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6:8 കിട്ടും. എന്ത് കിട്ടും? 6:8. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബേസ് ആദ്യം 8 വരയ്ക്കുക. എന്നിട്ട് നമുക്ക് 4നും 5നും പകരം 6ഉം 8ഉം എടുക്കാം. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന ട്രയാങ്കിള് ഒരു 8 ഓൾറെഡി നമുക്ക് പറഞ്ഞിരിക്കുന്ന 8, പിന്നെ 6, 8. 6, 8 എന്ന് പറയുമ്പോൾ 6:8 എന്ന് പറയുമ്പോൾ എന്തിന് തുല്യമാ? 3:4 ഈക്വലാ. അപ്പം നിങ്ങൾ 8 അതുപോലെ 6, 8 വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
ട്രയാങ്കിൾ വരയ്ക്കുന്നു, ബാക്കി ഇതുപോലെ ചെയ്തു പോകും. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം റിസൾട്ട് കിട്ടും. അവിടെ വേറെ ഒന്നുമില്ല, ഈ 3:4 വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്. 3:4 ഈക്വൽ റേഷ്യോ ആയിട്ട് 6:8 എടുത്താൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ 8, ഇവിടെ 6, ഇവിടെ 8 വെച്ച് ബാക്കിയുള്ളത് ഇതേ ഫോർമാറ്റിൽ വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഡിവിഷൻ 6:8 അല്ലെങ്കിൽ 3:4 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. 6th ക്വസ്റ്റ്യൻ. എന്താണ് 6th ക്വസ്റ്റ്യൻ പറയുന്നത്? അത് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിനെ 2 ഡയഗണലിൽ ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള 4 ട്രയാങ്കിൾസിന്റെ ഏരിയ, നമുക്ക് ആ ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. ഇൻ ദ ഫിഗർ ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ് ഇൻടു 4 ട്രയാങ്കിൾസ്. ദ ഏരിയാസ് ഓഫ് 3 of them are shown in the picture. Calculate the areas of whole triangle. ഓക്കെ, നോക്കാം നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ആദ്യം വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ. ഡയഗണൽ വരയ്ക്കുന്നു. ഡയഗണൽ വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾസിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് 30 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ 40 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 60 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നിട്ടുമില്ല. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കിട്ടിയാൽ നമുക്ക് അതിലൂടെ ആഡ് ചെയ്താൽ മതി. എന്തിന്റെ ഏരിയ കിട്ടും? ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടും. അവർ ചോദിച്ചിരിക്കുന്നത് ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ കണ്ടുപിടിക്കാൻ. വളരെ സിമ്പിൾ ആണ്. ഞാനൊരു പേര് കൊടുക്കുന്നു, ABCD. ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ഞാൻ P എന്ന് വിളിക്കുന്നു. P എന്നോ O എന്നോ ഒക്കെ വിളിക്കാം. അപ്പൊ തൽക്കാലം P എന്ന് വിളിക്കും. ഈ APBയുടെ ഏരിയ എനിക്ക് അറിയത്തില്ല. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? X എന്ന് വിളിച്ചു. X എന്ന് വിളിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ തൽക്കാലം കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് X എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളില് ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നതും അതിന്റെ ഏരിയ ഡിവൈഡ് ചെയ്യുന്നതും സെയിം റേഷ്യോ ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ 2 ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്തിന് ഈക്വലാ? ഈ സൈഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ അല്ലേ? സൈഡിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ APB ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ APD. APBയുടെയും APDയുടെയും റേഷ്യോ ഇവിടെ നിങ്ങൾ വരയ്ക്കുന്ന ലൈൻ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാ? ഇതാണ് ബേസ്. BP:PD എന്നല്ലേ? BP ബൈ PD. BP:PD എന്നുള്ളത് നമുക്ക് ഇവിടെ BP/PD എഴുതാം. കാര്യം നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതിയേക്കുന്നത്. ഇതിൽ APBയുടെ ഏരിയ എനിക്ക് അറിയത്തില്ല. ഞാൻ X എന്നാണ് വിളിച്ചത്. X ബൈ മറ്റേ എത്രയായിരുന്നു? 60 അല്ലേ? ഈക്വൽ ടു BP/PD. ഓക്കെ ആണല്ലോ? ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി അവിടെ നിർത്തുന്നു. ഓക്കെ, ഇതേ രീതിയിൽ അടുത്ത ട്രയാങ്കിൾ അങ്ങനല്ലേ വരച്ചിരിക്കുന്ന ലൈൻ ഇത് തമ്മിലുള്ള റേഷ്യോ സൈഡ്സിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ എഴുതുന്ന ആദ്യം ഇതാ എഴുതുന്നത് കേട്ടോ. അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ CPB അല്ലെങ്കിൽ BPC CPB ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ CPB ഉണ്ട്, ഇവിടെ CPD ഉണ്ട് അല്ലെ? CPD ഈക്വൽ ടു CP എന്ന് പറയുന്നത് ഏതാ? BP അല്ലെങ്കിൽ ഞാനിവിടെ BP/PD എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയാണെങ്കിലോ ഇവിടെയും BPയും ഏതൊക്കെ വന്നേക്കുന്നത്? PDയും അല്ലേ? BP/PD കറക്റ്റ് അല്ലേ? ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതും ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് BP/PD തമ്മിലുള്ള റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. അപ്പം ഞാൻ തിരിച്ച് ഇത് വരുന്ന എടുക്കുന്നതെങ്കിൽ PD:BP എന്ന് എഴുതണം. തിരിച്ച് ആദ്യം ഞാൻ ഇത് എടുത്തതുകൊണ്ട് BP:PD. അതിൽ CPBയുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാ? 40 ആണ്. 40/30 ഈക്വൽ ടു BP/PD. അപ്പം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത റേഷ്യോ ആ സൈഡ്സിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോക്ക്, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത റേഷ്യോ സൈഡിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോക്ക്. എന്താ പ്രത്യേകത? രണ്ടിടത്തും നിങ്ങൾ നോക്കി ഇതിനെ 2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ 1ലും 2ലും റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും BP/PD ആണ്. അപ്പൊ ഒരു ഇക്വേഷന്റെ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡുകൾ എന്തായേ പറ്റത്തുള്ളൂ? ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഫ്രം ഇക്വേഷൻ 1 and 2
വി ഗെറ്റ് എന്തെഴുതാം, എക്സ് ബൈ 60 ഈക്വൽ ടു 40/30 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ ബൈ 60 കൂടെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 40/30 ഇൻറ്റു 60. നമുക്കറിയാം 30 ഇൻറ്റു 2 ആണ് 60. ഇവിടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. അപ്പൊ 40 ഇൻറ്റു 2 80 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 80 എന്ന് കിട്ടി. ഇത് കിട്ടുന്നുണ്ടോ? ഈ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത് 80 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് നമ്മളൊന്ന് എഴുതി നിർത്തുന്നു. ദെയർഫോർ ടോട്ടൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. എന്തെഴുതും? 30 പ്ലസ് 40 പ്ലസ് 60 പ്ലസ് 80. 30, 40, 60, 80 കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടത്തില്ലയോ? അവിടെ എന്ത് കിട്ടും? 40, 60 കൂടെ ആഡ് ചെയ്താൽ 100. ഇതാകുമ്പോഴോ 110. അപ്പൊ എത്ര കിട്ടും? 210 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്തിന്റെ ഏരിയ കിട്ടും? ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ. കറക്റ്റ് അല്ലേ? 3, 7, 6, 21. ഓക്കെ ആണല്ലോ. അപ്പൊ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ 210 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ റൂൾ ചെയ്ത് അപ്ലൈ ചെയ്ത റൂൾ എന്തുവായിരുന്നു? ഒരു വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന ലൈൻ ഏരിയ ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോയിലാണ് ബേസിനെ ഡിവൈഡ്. അപ്പൊ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട. ഇതായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഇതേ ടൈപ്പ് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അതിൽ 4th, 5th ക്വസ്റ്റ്യൻ, നമ്മൾ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യനിനകത്തെ ഒരു സെക്ഷൻ നമ്മൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പോർഷൻസുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.